ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആരോപണം. ചരിത്രത്തിൽ ആദ്യമായി കഴകം ജോലികൾക്ക് നിയമിച്ച ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളെ മാറ്റി നിർത്തി. തിരുവനന്തപുരം സ്വദേശിയായ ബാലു കഴകം ജോലിയിൽ പ്രവേശിച്ചത് മുതൽ ക്ഷേത്രം തന്ത്രിമാർ ചടങ്ങുകൾക്കെത്താതെ പ്രതിഷേധിച്ചിരുന്നു. MS ലിഷോയ്, അതായത് ഈ ഒരു കാലഘട്ടത്തിലോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തി? ജാതി പറഞ്ഞുകൊണ്ട് തന്നെ മാറ്റി നിർത്തുകയായിരുന്നോ? ഇതിലിപ്പോൾ സർക്കാർ ഇടപെടുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ? കഴിഞ്ഞ മാസമാണ് കഴകം ജോലിയിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട യുവാവിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിയമനം ലഭിച്ച് അവിടെ ജോലിക്ക് പ്രവേശിച്ചത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ നൽകുകയും ആ നോട്ടിഫിക്കേഷൻ നൽകിയ സമയത്ത് ഇത് പ്രത്യേക ജാതിയിൽ ഉൾപ്പെട്ട ഒരാൾക്ക് എന്നുള്ള ഒരു ക്രൈറ്റീരിയ അതിൽ ഉണ്ടായിരുന്നില്ല. ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരാൾ, ഈ ജനറൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതി ഒന്നാമതെത്തിയ വ്യക്തിയായിരുന്നു ബാലു എന്ന് പറയുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി. ഇദ്ദേഹം കഴിഞ്ഞ മാസം 24-ന് ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ കഴകം ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ ആ കഴകം ജോലിക്ക് പ്രവേശിച്ച മുതൽ തന്നെ അവിടുത്തെ തന്ത്രി സമൂഹവും അതിനോടൊപ്പം തന്നെ മറ്റ് നേരത്തെ ഈ കഴകം ജോലികൾ പാരമ്പര്യമായി ചെയ്തിരുന്ന വിഭാഗവും ഇതിൽ പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത്. അതായത് പാരമ്പര്യമായി ഈ ജോലി ചെയ്തിരുന്ന ഈ വാര്യർ സമുദായത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ താന്ത്രിക സമൂഹം ഇതൊരു ആചാരലംഘനമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മറ്റു ചടങ്ങുകളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു. ഇത്രയും നാൾ താന്ത്രിക പൂജകളൊന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾ ഇന്നിപ്പോൾ ആരംഭിക്കുകയായി. ഇതോടുകൂടിയാണ് ഇതൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നൊരു ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ദേവസ്വം തന്നെയാണ് കൂടൽമാണിക്യം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണല്ലോ ഈ നിയമനം നടന്നത്. മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് മാറ്റി നിർത്തി? സ്ഥലം മാറ്റിയോ? അല്ല, അതായത് ക്ഷേത്രത്തിനകത്തു നിന്നുള്ള ഈ കഴകം ജോലിയിൽ നിന്നാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതായത് കഴകം ജോലി എന്ന് പറയുമ്പോൾ ഈ ശ്രീകോവിലിനകത്തേക്കുള്ള പൂ കെട്ടുന്നതുമെല്ലാമായി ബന്ധപ്പെട്ട ആ ജോലികളാണ്. അതിൽ നിന്ന് മാറ്റി നിർത്തി ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിൽ തന്നെയാണ് ജോലിയെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൻ്റെ ഈ കഴകം ജോലികളിൽ നിന്ന് നേരെ മാറ്റി ഈ ദേവസ്വം ഓഫീസിലേക്കുള്ള ജോലിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് പക്ഷേ താൽക്കാലികമാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ചടങ്ങുകൾ ഒന്ന് സുഗമമായി മുന്നോട്ട് പോയിക്കോട്ടെ, അത് കഴിഞ്ഞ് ഇതിൽ ഇടപെടുമോ? അത് കഴിഞ്ഞിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ അങ്ങനെ പരീക്ഷ എഴുതി വന്നിട്ടുള്ള ഒരാളാണ്, അയാൾക്കാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് നൽകുന്നത്. അയാളെയാണ് ജാതി പറഞ്ഞുകൊണ്ട്, ഈഴവൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നത്. വാര്യരായിരുന്ന ആളായിരുന്നു അവിടെ മുൻപ് കഴകം ജോലി ചെയ്തു പോവുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ച് മെല്ലെ മുന്നോട്ട് പോകുന്നു. അടുത്തത് എന്താണ്? തീർച്ചയായും, അതായത് ഇനിയിപ്പോൾ ഇത് കൂടുതൽ ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ദേവസ്വം ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകളും അനുബന്ധ പൂജകളും ഒക്കെ നടത്തേണ്ടതുണ്ട്, ശുദ്ധിക്രിയകളൊക്കെ നടത്തേണ്ടതുണ്ട്. അതിന് തന്ത്രിമാരുടെ ഒരു സഹകരണം വളരെ അത്യാവശ്യമാണ് ഈ ആചാരപ്രകാരം ഈ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നതിന്. അതുകൊണ്ട് തന്നെ ഈ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ ബാലുവിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ ജോലിയിൽ നിന്ന്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരുപക്ഷെ ഇവരുമായുള്ള ചർച്ചകൾക്കൊക്കെ ശേഷം ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ഈ കാലത്തും ജാതി വിവേചനമുണ്ട്. ജാതിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുകയാണ്, അതും തൊഴിലെടുക്കുന്നതിന്.